Hello. This language, this woman, poem written by Yasmin Gunaratne. This is our writer, poet Yasmin Gunaratne. She is a Sri Lankan poet, short story writer, university professor, essayist. She was born on in 1935. She is popular in Sri Lankan due to her patriotic works in the field of literature. Yasmin Gunaratne has been one of the leading contributors to the English literature in Sri Lanka. She is most notable for the poem Big Match 1983, which describes the situation caused by the Black July riots and the pogrom in Sri Lanka. The poem is based on real events that took place in 1983. Gunaratne has published about 16 books with themes of patriotism and literary criticism. Her very first novel, A Change of Skies, which was published in 1991, won the 91 Marjorie Bernard Literary Award for fiction. She was shortlisted for the 1991 Commonwealth Fiction Prize, and in 2008 she was nominated for International Dublin Literary Award for the novel The Sweet and the Simple Kind. Gunaratne also authored stories from Sri Lanka and poems from India, Sri Lanka, Malaysia, and Singapore. In 1979, titles in the Writing in Asia series, published from 1966 to 1996. When we talk about the poem which we are going to deal in this class, this poem, This Woman, this is written at the time of the nationalist upsurge in Sri Lanka. അതായത് അവരുടെ ശ്രീലങ്കൻ നാഷണലിസ്റ്റ് അപ്സോർജ് അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ടു ഓവർകം ദ കൊളോണിയൽ ഹാങ് ഓവർ, കൊളോണിയലിസം വിട്ടുപോയിട്ടും കൊളോണിയലിസ്റ്റ് അവരുടെ ഭരണം മതിയാക്കി പോയിട്ടും പിന്നെയും കൊളോണിയലിസം ആയിരുന്നു നല്ലത്, അവരുടെ ഭാഷയുടെയോ ലിറ്ററേച്ചറിൻ്റെയോ അത്രയും നമ്മളുടെ ഭാഷ എത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട്. ഇപ്പോഴും ഈവൻ ഇന്ത്യയിൽ പോലും നമ്മളുടെ ഇടയിൽ പോലും പലരും പറയുന്നത് കേൾക്കാം, ബ്രിട്ടീഷുകാർ പണിതല്ലാതെ എന്താണ് നമ്മളുടെ നാട്ടിലുള്ളത്. അത് നമ്മളുടെ നാട്ടിലുള്ള ഒരു കോമൺ ആയിട്ടുള്ളൊരു സേയിങ് ആണ് ആക്ച്വലി. ബട്ട് we have to understand several things before we say that. അവരുടെ ഭരണ നടത്തിപ്പിനായിട്ടുള്ള സൗകര്യങ്ങൾക്ക് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബയാഫ്രയെക്കുറിച്ചും നൈജീരിയയെക്കുറിച്ചും പറഞ്ഞപ്പോൾ പഠിച്ചതുപോലെ അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ചില സൗകര്യങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് അവർക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തത് അവരിവിടെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യയുടെയോ അത്തരത്തിലുള്ള കോളനൈസ്ഡ് കൺട്രീസ് അവരുടെ കോളനീസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് പോയ കാര്യങ്ങളൊന്നുമല്ല അവയൊന്നും തന്നെ. So we have to understand the politics behind it before we say such comments. അത്തരത്തിലുള്ള കൊളോണിയൽ ഹാങ് ഓവർ മറികടന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നാഷണലിസ്റ്റ് അപ്സോർജ് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നു. Gunaratne is a part of the slender minority of Anglicized Sri Lankans. പക്ഷേ ശ്രീലങ്കയിൽ ഇത്തരത്തിൽ കൊളോണിയൽ ഹാങ് ഓവർ ഇല്ലാതെയും ഇംഗ്ലീഷിൽ കഥകളും ലിറ്റററി വർക്ക്സും എഴുതിയിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദ ലവ് ടുവേഴ്സ് ദാറ്റ് പെർട്ടിക്കുലർ ലാംഗ്വേജ് ഇംഗ്ലീഷിനോടും ആ ഭാഷയോടും അതിൻ്റെ ലിറ്ററേച്ചറിനോടും ഭംഗിയോടുമൊക്കെയുള്ള ഒരു ആരാധനയുടെ പുറത്ത്, ഇഷ്ടത്തിൻ്റെ പുറത്ത്, പ്രണയത്തിൻ്റെ പുറത്ത് ഇംഗ്ലീഷിൽ എഴുതിയിരുന്ന ഒരു പറ്റം ആൾക്കാർ, although they were a minority in Sri Lanka, Gunaratne was a part of them. They valued the language of the colonizer. കോളനൈസർ ആയിരുന്നു എന്നുള്ളത് കൊണ്ടല്ല, കോളനൈസറിൻ്റെ ഭാഷ എന്നുള്ളതിനപ്പുറത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയ്ക്ക് വളരെയധികം ഭംഗിയുള്ള ഭാഷയുണ്ട്.
ഇംഗ്ലീഷിന് ഭംഗിയുണ്ട് എന്ന് പറയാൻ മറ്റൊരു ഭാഷ ഭംഗിയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഏതൊരു ഭാഷയെപ്പോലെയും ഏതൊരു ഭാഷ, ഇപ്പോൾ മലയാളം ആയിക്കോട്ടെ, നമ്മളുടെ ഇടയിലില്ലാത്ത സംസ്കൃതം ആയിക്കോട്ടെ, ഇപ്പോൾ പാലി ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ചൈനീസ്, വാട്ട് എവർ ലാംഗ്വേജ് ഇറ്റ് ഈസ്, എല്ലാ ഭാഷയ്ക്കും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. അപ്പം ആ ഭംഗി ഇംഗ്ലീഷിനും ഉണ്ട്. In the poem, she is defending the English language, using women as a metaphor for English. ഇതിനകത്ത് ഇംഗ്ലീഷ് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും വിമൻ അല്ലെങ്കിൽ ഷീ എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. She cautions the nationalists not to insult her in their ignorance and jealousy. അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിനെ ഒരിക്കലും മോശമായിട്ട് പ്രഖ്യാപിക്കരുത്. They cannot in any way understand the potential of English with its immense capacity for renewal and survival. ഇംഗ്ലീഷ് പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എംപയർ റൈറ്റ്സ് ബാക്ക് എന്നും ദ ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ് ഇൻ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്നുള്ള ആ ഒരു തീമിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു 10 വരി എഴുതാൻ പറഞ്ഞത്. ഐ ഹാവ് ടു equip my kids, equip my students ദ പൊളിറ്റിക്സ് ബിഹൈൻഡ് ദ ലാംഗ്വേജ്. ആ ഒരു ഭാഷയുടെ അത് ഞാൻ പറഞ്ഞു തരുന്നതിലും വളരെ ഭംഗിയായിട്ട് ഞാൻ തന്നിരിക്കുന്ന ആർട്ടിക്കിൾസിൽ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആർട്ടിക്കിൾസ് വായിക്കണം എന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതിന് ഭാഷയ്ക്കൊരു ഒരു ഒരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷിനെ എത്രത്തോളം ഒരു കോളനി വൽക്കരണത്തിൻ്റെ ഭാഗമായിരുന്നില്ല, അല്ലെങ്കിൽ കോളനൈസറിൻ്റെ ഭാഷയായിരുന്നു എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിനപ്പുറം നിൻ്റെ ഭാഷ എനിക്കാണ് നിന്നേക്കാൾ വശം എന്ന് പറയുന്നതല്ലേ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഒരു ഗാംഭീര്യമുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ എംപയർ റൈറ്റ്സ് ബാക്ക് എന്ന ഒരു തിയറി തന്നെ ഫോം ചെയ്തിരിക്കുന്നത്. We know that we the people of Commonwealth countries or the post-colonial nations, we know your language, your English, the English which you once said it was your language, but it is not no longer yours, it is our language. ഇത് നിങ്ങളുടെ ഭാഷ മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയല്ല, ഇത് ഞങ്ങളുടെ ഭാഷയാണ്, ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഞങ്ങളുടെ ഭാഷയാണ് എന്ന് പറയുന്നത് അവിടെയാണ്. That is why when somebody asks us, what was your breakfast today? Or what you have had it today? എന്ന് നമ്മളടുത്ത് ആഴത്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് ധൈര്യമായി പറയാം, I had upma today. Is there a word in English as upma? No, there is no word like that. But it is our language. നമ്മുടെ ഭാഷയുടെ നമ്മളുണ്ടാക്കിയ ഭാഷ, നമ്മളുണ്ടാക്കിയ മീൻസ് നമ്മളത് ഫ്ലക്ച്വേറ്റ്, അതിൻ്റെ ഒഴുക്ക് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ദിസ് ഇസ് മൈ ലാംഗ്വേജ് എന്ന് വളരെ ധൈര്യത്തോടു കൂടിയും വളരെ ധാർഷ്ട്യത്തോടു കൂടിയും പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോഴാണ് എംപയർ റൈറ്റ്സ് ബാക്ക് എന്ന് പറയുന്നത്. ഞാനിത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇത് ഭയങ്കര ഒരു it's a great post-colonial discourse which is discussing in a large spectrum in the post-colonial studies. അവിടെയാണ് അരുന്ധതി റോയിയെ പോലെയുള്ള എഴുത്തുകാർ മലയാളത്തിലെ ചില കവിതകളൊക്കെ, ചില നാടൻ പാട്ടുകളൊക്കെ അവരുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലായാലും അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് ഇൻ ദ ഐ ഫൊഗോട്ട് ഇറ്റ്സ് നെയിം, രണ്ടാമത്തെ നോവൽ, ഏത് നോവലിലായാലും ചില നാടൻ പാട്ടുകളൊക്കെ അതിൽ കൊടുത്തിട്ടുള്ളതും അരവിന്ദ് അഡിഗെ പോലെയുള്ള ആൾക്കാർ വൈറ്റാക്കർ എഴുതിയപ്പോൾ അതിനകത്ത് ഇതേപോലെയുള്ള ചില ഹിന്ദി ടേംസൊക്കെ കൊടുത്തിട്ടുള്ളതും ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള ചില വാക്കുകളൊക്കെ കൊടുത്തിട്ടുള്ളതും ദിസ് ഇസ് ദ ലാംഗ്വേജ് വിച്ച് ഐ യൂസ് എന്നുള്ള ധാർഷ്ട്യം കൊണ്ടാണ്. അവർ ആ ഭാഷയെ, അതായത് നമ്മൾ ആ ഇംഗ്ലീഷ് ഭാഷയെ ഇംഗ്ലീഷുകാരുടെ പിടിയിൽ നിന്ന് വിടുവിച്ച് നമ്മുടെ ഭാഷയാക്കി എടുത്തു. നമ്മൾ തിരിച്ചവരോട് അതേ ഭാഷ പ്രയോഗിക്കുകയാണ്. So she is strongly saying that this is
she is strongly saying that this is not the language which you are familiar with the colonizer. നിങ്ങൾ കോളനൈസറിൻ്റെ അടുത്ത് കണ്ട ഭാഷയല്ല ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഈ ഒരു ആംഗ്ലിസൈസ്ഡ് ശ്രീലങ്കൻസ് ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് ദ ലാംഗ്വേജ് വിച്ച് വി ഹാവ് കൺവേർട്ടഡ് ഇൻ ടു അവർ ഓൺ. നമ്മളുടേതായിട്ട് മാറ്റിയ ഒരു ഭാഷയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷിനെ മോശമായിട്ട് പറയരുത്. ദിസ് ഇസ് എ വണ്ടർഫുൾ ലാംഗ്വേജ്. ദിസ് ഇസ് എ beautiful language. They cannot in any way understand the potential of English with its immense capacity for renewal and survival. പുതുമ നിലനിർത്താനുള്ള കഴിവുണ്ട് ഈ ഭാഷയ്ക്ക്. സർവൈവ് ചെയ്യാനുള്ള ഒരുപാട് കാലത്തിനെ, സമയത്തിനെ, നൂറ്റാണ്ടുകളെ അതിജീവിക്കാനുള്ള കഴിവുണ്ട് ഈ ഭാഷയ്ക്ക്. അതുകൊണ്ടാണ് അയ്യോ എന്നുള്ള വാക്ക് പോലും ഇംഗ്ലീഷിലോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ. ഒരുപാട് പുതിയ പുതിയ ഭാഷകൾ, ഒരുപാട് ഭാഷകളിലുള്ള പല വാക്കുകളും ഇംഗ്ലീഷിലോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. That is how a language develops. She advises the nationalists not to insult English with derogatory epithets. മോശമായിട്ടുള്ള പദങ്ങൾ കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിനെ വിളിക്കരുത്, ഇൻസൾട്ട് ചെയ്യരുത് എന്നാണ് അവർ ഈ കവിതയിൽ പറയുന്നത്. Gunaratne has explicitly stated her stance on the controversial question of writing in English in this poem. അപ്പോൾ ആ ഒരു ടൈമിൽ, നാഷണലിസ്റ്റ് അപ്സേർജ് ഉണ്ടായ ഒരു ടൈമിൽ ഒരുപാട് പേര് ഇവർ ഇംഗ്ലീഷിൽ എഴുതുന്നതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇംഗ്ലീഷിൽ എഴുതുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർ കൃത്യമായിട്ട് കവിതയിൽ പറയുന്നുണ്ട്. നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. She confesses that it was written out of irritation at the continual denigration of English by Sinhalese writers who had no conception of its range and very little competence in it. വേണ്ട, നിങ്ങൾ അവരുടെ ഒരു ഡാഫഡിലിനെ കുറിച്ച് പഠിക്കണ്ട, വെസ്റ്റ് വിൻഡിനെ കുറിച്ച് പഠിക്കണ്ട, അതൊന്നും വേണ്ട. നമ്മൾക്ക് സ്വന്തമായിട്ടുള്ള നമ്മളുടെ നാട്ടിനെ കുറിച്ച് ആ ഭാഷയിൽ എഴുതുന്നതിൽ എന്ത് തെറ്റ്? നമ്മളുടെ നാട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ആ ഭാഷയിൽ എഴുതിയാൽ അത് നമ്മുടെ ഭാഷയായി മാറില്ലേ? പരിചയമുള്ള കാര്യങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിചയമില്ലാത്ത കാര്യങ്ങൾ പരിചയം പോലെ എത്തിക്കുമ്പോഴും ഒക്കെ അത് ആ വായനക്കാരൻ്റെ ഭാഷയും എഴുത്തുകാരൻ്റെ ഭാഷയും ഒക്കെ ആയി മാറില്ലേ? ദാറ്റ് വാസ് എ ഫീച്ചർ ഓഫ് ആക്ച്വലി ഇത്തരത്തിൽ ഇംഗ്ലീഷിനെ മോശമായി ഈ കോളനിവൽക്കരണത്തിൻ്റെ പിടിയിൽ നിന്ന് പുറത്ത് ചാടുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ മുറുക്കെ പിടിക്കുന്ന രീതിയിൽ അവർ ഇംഗ്ലീഷിനെയും മോശമായിട്ട് പറഞ്ഞു. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. അത്തരത്തിലൊരു ഇറ്റ് വാസ് എ ഫീച്ചർ ഓഫ് ദ ലിറ്റററി മിലിയു ഇൻ ശ്രീലങ്ക ഡ്യൂറിങ് ദ 1960s ആൻഡ് 1970s. അപ്പം 1960സിലും 70സിലും ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. Beware how you insult her in your ignorance, accident of your birth, goaded by the jealous fury of your own girl, who still relents, it seems, that old flirtation. Be cautious when you insult her, English, as you are insulting out of your ignorance. നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷിനെ ഇൻസൾട്ട് ചെയ്യുന്നത്. You may be accidentally born in a place, but that doesn't mean that you should write in the language of the place where you are born. നമ്മൾ ചിലപ്പോൾ ജനിച്ചിരിക്കുക, നമ്മൾ ആരും ചൂസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യത്ത് ജനിക്കുക. നമ്മുടെ ഹണി ബീയിലെ ഒരു പാട്ടുണ്ടല്ലോ, അതിൽ പറയുന്ന പോലെ ഞാനിവിടെയെങ്ങും ജനിക്കേണ്ട ആളല്ല, അബദ്ധത്തിൽ കൊച്ചിയിൽ ജനിച്ചു പോയി. ഈ എന്തെന്നാ പറയുക, ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ കൊതുക് കടിയും കൊണ്ട് കിടക്കുക എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ഹോപ്പ് യു നോ ദാറ്റ്. ഐ ഫോർഗോട്ട് ഇറ്റ്സ് ലിറിക്സ്. അപ്പോൾ അത്തരത്തിൽ നമ്മളല്ല ചൂസ് ചെയ്യുന്നത്, സംബടി ഹാസ് ചൂസസ് ഇറ്റ്. ആരോ ചൂസ് ചെയ്യുന്നൊരു സാധനം ഒരിടത്ത് നമ്മൾ ജനിക്കുന്നു. മൈറ്റ് ബി എന്തോ ഒരു ആക്സിഡൻറ്റ് കൊണ്ട് നമ്മളൊരിടത്ത് ജനിച്ചു പോകുന്നു. അത് കരുതി നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജിൽ എഴുതാൻ പാടില്ല, നിങ്ങൾ ആ ജനിച്ച സ്ഥലത്തെ ഭാഷയിൽ തന്നെ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ എന്ന് ശഠിക്കുന്നതിൽ അർത്ഥമുണ്ടോ? യു ആർ ഇൻസൾട്ടിങ് ഹർ ബിക്കോസ് യു ആർ പ്രൊവോക്ഡ് ബൈ യുവർ ജലസ് ഫ്യൂറി. നിങ്ങൾക്ക് അവളോട് ജലസ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്.
but she feels bitterness towards that old flirtations and or chat-ups. നിങ്ങൾ പറയുന്നത് പോലെ ഒരു റൊമാൻറ്റിസിസവും കാര്യങ്ങളും മാത്രമല്ല ഇപ്പോൾ ഈ ഭാഷയിലുള്ളത്. വളരെ ശക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഭാഷയിൽ വരുന്നുണ്ട്. Don't say that it only contains romance and love affairs and like that. Reproaching her forever with your dearth, you miss the loveliness of her unfolding in perpetual renewal of suppleness, still her generosity. If you are criticizing or censuring her with your lack of knowledge, you are going to miss the loneliness of the poetry. നല്ല ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ഭാഷയാണ്. പ്രണയകാവ്യങ്ങൾ ഒരുപാട് എഴുതിയിട്ടുള്ള ഭാഷയാണ്. ഒരുപാട് ടൈംലെസ് ആയിട്ടുള്ള ഒരുപാട് കോമൻസ് വന്നിട്ടുള്ള ഭാഷയാണ്. ഒരുപാട് മഹാരഥന്മാർ ജീവിച്ചിരുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് നല്ല ഭാഷയാണ്. മറ്റൊരു ഭാഷയെ നന്നാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് മോശമാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇതിലർത്ഥമുണ്ടോ? ഇംഗ്ലീഷ് നല്ലതാണ്, നല്ല ഭാഷയാണ്. ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളം നല്ല ഭാഷയാണ്. എന്നാൽ ഇംഗ്ലീഷും നല്ല ഭാഷയാണ്. മലയാളം നന്നാക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മോശമാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നല്ലതാണെന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ മോശമാണെന്ന് പറയേണ്ട ആവശ്യം എനിക്കുണ്ടോ? അല്ലെങ്കിൽ ഒരു ടീച്ചർ, നിങ്ങളുടെ കൂട്ടത്തിലൊരു ടീച്ചർ നല്ലതാണ്, പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് മറ്റൊരു ടീച്ചർ മോശമാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഐ തിങ്ക് നോ. അങ്ങനെ പറയാം, ആവശ്യമില്ല. ദാറ്റ് ഈസ് ദ സെയിം ഇഷ്യൂ regarding language. Okay, that is her point. അതാണ് അവരുടെ point. She is generous with the newness and flexibility in her poetry. ഒരുപാട് പുതുമകൾ കൊണ്ടുവരുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭാഷയാണ്. പണ്ടത്തെ ഗ്രാമാറ്റിക്കാലിറ്റിയോ അത്തരം കാര്യങ്ങളോ കടുംപിടുത്തങ്ങളോ ഒന്നും തന്നെ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഇല്ല. ഒരുപാട് ഇംഗ്ലീഷ് മാറിപ്പോയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഇപ്പോൾ ഒരുപാട് ലോകജനതയുടെ ഭാഷയായി മാറിയിട്ടുണ്ട്. So it is flexible and it contains newness. If you should try to take her from me, I would launch no 1,000 ships to bring her back. The braggadocio of the imperial theme that shielded her being now a derelict wreck, I'd sail some paper boats that bear her name as this one does. It till you grant credit to my confidence in a fidelity greater than Helen's, she would not go. Fidelity എന്ന് പറഞ്ഞാൽ faithfulness, വിശ്വാസ്യത എന്നാണ് അർത്ഥം. Here we can understand that she signifies English language herself. She signifies English language herself. She എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. ഇപ്പം ഇവിടെ ഇഫ് യു ഷുഡ് ട്രൈ ടു ടേക്ക് ഹർ ഫ്രം മീ, ഇപ്പം നിങ്ങൾ എന്നിൽ നിന്നും ആ ഭാഷ എടുത്ത് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾ എന്നെ മഹാമോശമായി പറഞ്ഞ് ആ ഇംഗ്ലീഷ് ഭാഷ എന്നിൽ നിന്ന് എടുത്ത് മാറ്റുകയാണെങ്കിൽ, എന്നെക്കൊണ്ട് എഴുത്ത് നിർത്തിപ്പിക്കുകയാണെങ്കിൽ, I would launch no 1,000 ships to bring her back. ആരാണ് 1000 കപ്പലുകൾ ഒരു സ്ത്രീയെ കൊണ്ടുവരാൻ വേണ്ടി ഇറക്കിയത്? എവിടെയാണ്? ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഫോർ ദ ഹെലൻ ഓഫ് ട്രോയ്. ഹെലൻ ഓഫ് ട്രോയ്ക്ക് വേണ്ടിയിട്ടാണ് 1000 കപ്പലുകൾ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയത്. അഖിലസ് ഒക്കെ ഉള്ളത് അതേ യുദ്ധത്തിലാണ്. Okay, hope you know the story. If you don't know the story, you can watch the movie Troy. Troy is it tells it well. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ട്രോയിയെക്കുറിച്ചും ഹെലൻ ഓഫ് ട്രോയ് എന്നൊന്ന് അടിച്ചു കൊടുത്താൽ യു വിൽ ഗെറ്റ് ദ സ്റ്റോറി. വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, ബിക്കോസ് വീഡിയോ ഒരുപാട് വലുതായി പോകും. അപ്പോൾ പണ്ട് ഹെലൻ ഓഫ് ട്രോയിയെ കൊണ്ടുപോയ സ്പാർട്ടയിൽ നിന്നും ഹെലനെ ട്രോയിലേക്ക് കൊണ്ടുപോയപ്പോൾ സ്പാർട്ട ഒരുപാട്
യുദ്ധക്കപ്പലുകൾ ഇറക്കിയതുപോലെ ഞാനൊരിക്കലും അങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടി വരില്ല. Speaker says that if you are trying to divide us, English and me, I'm not going to have a war with you. ഞാൻ ഒരിക്കലും ഒരു യുദ്ധത്തിന് വരില്ല. Or I'm not going to fight with you to prove my point that to write poems in English is right. അതായത് ഇംഗ്ലീഷിൽ എഴുതുന്നത് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഞാനൊരിക്കലും നിങ്ങളടുത്ത് തർക്കിക്കാൻ വരില്ല, ഒരു യുദ്ധത്തിനോ വഴക്കിനോ വരില്ല. ബട്ട് ഐ കണ്ടിന്യൂ റൈറ്റിംഗ് പോയട്രി ടിൽ യു അക്സെപ്റ്റ് മീ. നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നത് വരെ ഞാൻ ഇത് എഴുതിക്കൊണ്ടേയിരിക്കും, ഞാൻ ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടേയിരിക്കും. ബീയിങ് ട്രൂവർ ദാൻ എ മദർ, സിസ്റ്റർ, വൈഫ്, ഡിയറർ ദാൻ ലൈഫ്. ഷീ വിൽ ബി സിൻസിയർ ടു മീ ലൈക്ക് മൈ ഡിയർ വൺസ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലെ തന്നെ, അല്ലെങ്കിൽ അവരെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കും എന്നും ഇംഗ്ലീഷ്. ഷി വുഡ് നോട്ട് ഗോ ഫ്രം മീ. അവളൊരിക്കലും എൻ്റെ അടുത്തുനിന്ന് പോവില്ല. No more an emperor's daughter with her bribe locked in her purse. The clerks, the merchants, and their hurling tribe long since dispersed, gone. The protectors who, while pampering her, line their own coffers. She's not Britain's now. ഷീസ് നോട്ട് ബ്രിട്ടൻസ് ഡോട്ടർ നൗ. അതാണ് അവിടെ എംപ്രസ് ഡോട്ടർ എന്ന് പറഞ്ഞത്. ഒരു ഏതോ എംപയർ അല്ല, അവിടെ എംപ്രസ് ആയതുകൊണ്ടാണ് എംപ്രസ് എന്ന് പറഞ്ഞത്. എൻ്റെ എക്സ്പ്ലനേഷനിൽ എംപയർ എന്നാണ്. പ്ലീസ് ട്രൈ ടു കറക്റ്റ് ആൻഡ് റീഡ് ഇറ്റ് ആസ് എംപ്രസ്. അപ്പോൾ ബ്രിട്ടൻ്റെ മകളല്ല അവളിന്ന്, അവിടുത്തെ രാജ്ഞിയുടെ മകളല്ല. Once, ages ago, she was accompanied by many people. പണ്ട് ചിലപ്പോൾ അവളുടെ കൂടെ ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടാവാം. ബട്ട് ഓൾ ഓഫ് ദം ആർ ഡിസ്പേഴ്സ്ഡ് ഫ്രം ഹെർ ലൈഫ്. പക്ഷെ അവരൊക്കെ ഇപ്പോൾ അവളുടെ ലൈഫിൽ നിന്ന് പോയി. ഷീസ് നോ ലോങ്ങർ ദ ലാംഗ്വേജ് ഓഫ് എ കോളനൈസർ. അവൾ കോളനൈസറിൻ്റെ ലാംഗ്വേജ് അല്ല ഇപ്പോൾ. Her menfolk falter in a far country, their vigor ended. She wanders here alone and unbefriended, herself at last, and nothing else to offer. So do not call her slut and alien, names born of envy and your own misuse, that whisper now desire in secret runs. Her menfolk are British has lost their power like before. മുൻപത്തെ പോലെ ശക്തിയൊന്നും ബ്രിട്ടീഷുകാർക്ക് ഇപ്പം ഇല്ല. അവരൊക്കെ ഏതോ ഒരു നാട്ടിൽ ശക്തിയൊക്കെ ക്ഷയിച്ച് കിടക്കുകയാണ്. നമ്മളുടെ ഒരു മുമ്പ് പഠിച്ച ഒരു കവിതയിൽ പറഞ്ഞ പോലെ അവരൊക്കെ മുഴുവൻ ഓരോരോ അവളുടെ ശരീരത്തിൽ, ബ്രിട്ടൻ എന്ന് പറയുന്ന ആ രാജ്ഞിയുടെ ഒരു ശരീരത്തിൽ ഓരോരോ ഭാഗമായിട്ട് ലെപ്രസി പിടിച്ച് പോയി ഇപ്പം ലീനായി ചെറിയൊരു ഒരു ഐലൻഡ് മാത്രമായി മാറിയിട്ടുണ്ട്. ദേ ആർ ഇൻ എ ഫാർ അവേ ലാൻഡ്. ഒരുപാട് ദൂരെയാണ്, അവളിൽ നിന്നും ഒരുപാട് ദൂരെയാണ് അവരുടെ ആൾക്കാരായിരുന്നവരെല്ലാം. ഷീസ് വിത്തൗട്ട് ഫ്രണ്ട്സ് നൗ. ഫ്രണ്ട്സ് ഒന്നും ഇല്ല അവൾക്ക്, പാവം അവൾ ഒറ്റയ്ക്കാണിപ്പോൾ. സോ ഷീസ് നോട്ട് ഇവൽ ഓർ ബാഡ് ആസ് യു തിങ്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൾ അത്ര മോശം വ്യക്തിയൊന്നുമല്ല. ഈവൻ ഇഫ് യു ഇൻസൾട്ട് ഹർ, ഓക്കെ, correct it. Even if you insult her by calling her names, at times you will have to rely upon her, at least in secret. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻസൾട്ട് ചെയ്താലും, ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ ഞാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഈസ് ഇറ്റ് പോസിബിൾ? നോ ഡെവർ. നമ്മൾ ലിറ്ററേച്ചറുകാരല്ല. കേരളത്തിലെ മറ്റേ ഏതോ ഒരു മൂവിയിൽ പറയുന്ന പോലെ എല്ലായിടത്തും ഒക്കെ കയറിയിട്ട് സന്തോഷ ജന്മദിനം കുട്ടിക്കെന്ന് പറഞ്ഞ് പാടാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ട ചില ഇടങ്ങളിൽ അത് തന്നെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ചില സ്ഥലങ്ങളിൽ പോയി നമുക്ക് പിടിച്ചു നിൽക്കാനെങ്കിലും ഇംഗ്ലീഷ് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ ലാംഗ്വേജ്. അപ്പോൾ പറയുന്നത്, നിങ്ങൾ എത്രത്തോളം അവർ ഉപദ്രവിച്ചാലും ഇൻസൾട്ട് ചെയ്താലും പല മോശം പേരുകൾ വിളിച്ചെന്ന് പറഞ്ഞാലും ചില സമയങ്ങളുണ്ട് നിങ്ങൾ വളരെ ആരും കാണാതെയെങ്കിലും സീക്രട്ടായിട്ടെങ്കിലും ഈ ഇംഗ്ലീഷിനെ ഉപയോഗിക്കുന്ന ചില ഘട്ടങ്ങളുണ്ട്. ഇല്ലേ, നമ്മുടെ ഭാഷയിൽ തന്നെ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. കാരണം മലയാളവും ഒരുപാട് വികസിക്കുന്ന ഒരു ഭാഷയാണ്, ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്ന ഒരു ഭാഷയാണ് മലയാളം.
She has known greatness, born illustrious sons, her minds well stored, her lovely natures rich, filled with these splendid, warm surprise, which now the distorting old connecting connection done, fit her to be your mistress and my muse. She is known for her greatness. ആ, ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള ഭാഷയാണ്. മെനി ലിറ്റററി വർക്ക്സ് ആർ ബോൺ ടു ഹർ. ഒരുപാട് ലിറ്റററി വർക്ക്സ് അവൾക്ക് ജനിച്ചിട്ടുണ്ട്. ഷീ ഈസ് റിച്ച് വിത്ത് മെനി സ്പ്ലെൻഡിഡ് സർപ്രൈസസ്. ഒരുപാട് മഹാരഥന്മാരുള്ളായി ഉണ്ടായിട്ടുള്ള ഷേക്സ്പിയറിനെ പോലെയും ഷെല്ലിയെ പോലെയും മലയാളത്തിൽ നിന്ന് നമ്മുടെ ആർ കെ നാരായണൻ അല്ല മലയാളമല്ല ഇന്ത്യയിൽ നിന്ന് ആർ കെ നാരായണനെ പോലെയും ചിനുവ അച്ചബെയെ പോലെയും ഇൻഗുഗി വാത്തിയോങ്കോയെ പോലെയും എഡ്ഗർ അലൻ പോ, അങ്ങനെ ഒരുപാട് പേര്, അവരൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയിരുന്ന ആൾക്കാരാണ്. അപ്പം അത്തരത്തിൽ ഒരുപാട് മഹാരഥന്മാരുണ്ടായിട്ടുള്ള ഭാഷയാണ്, മഹാരഥന്മാർ കൈകാര്യം ചെയ്തിട്ടുള്ള ഭാഷയാണ്. ഹർ ഓൾഡ് കണക്ഷൻസ് ആർ നോ മോർ. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പഴയ കണക്ഷനല്ലേ, മറ്റേ ഇംഗ്ലീഷുകാരുമായിട്ടുള്ള കണക്ഷൻ, ദാറ്റ് ഈസ് നോ മോർ. അതൊന്നും ഇപ്പം ഇല്ല. ഷീ ഈസ് നോട്ട് ഇംഗ്ലീഷ് ഹു വാസ് വിത്ത് ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഉണ്ടായിരുന്ന ഭാഷയല്ല ഇപ്പം എൻ്റെ അടുത്തുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ലോകത്തുള്ളത്. സോ ലെറ്റ് യു അഡ്മയർ സീക്രട്ട്ലി. നിങ്ങൾ സീക്രട്ടായിട്ടെങ്കിലും അവളൊന്ന് ആരാധിക്കൂ. കാരണം ഷീ 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 അവൾക്കത് എന്തെന്നാ പറയുക, അവളത് അർഹിക്കുന്നുണ്ട്. ആൻഡ് മീ കൺസിഡർ ഹർ ആസ് മൈ മ്യൂസ്. നിങ്ങളൊന്ന് അവളെ ആരാധിച്ചാൽ മതി. ഞാൻ എൻ്റെ കാവ്യദേവതയായി കാണുകയാണ്. സോ ഹിയർ വി ആർ closing the poem. Thank you.